ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളെ ഒരു ഡ്രീമാണേ. ഞങ്ങൾ ഒത്തിരി ദിവസം കൊണ്ട് കാത്തിരുന്ന ഞങ്ങളെ വീടിൻ്റെ കുത്തിവയ്ക്കുന്ന ദിവസമാണ് ഇന്ന്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. കുത്തിവയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അടുത്തുള്ള അയൽവക്കത്തിലുള്ള കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സന്തോഷത്തിൽ ഒത്തുചേരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് ഇന്ന്. എന്തു പറയാ, അറിയാലോ എല്ലാവർക്കും. മൂന്ന് സെൻറ്റ് സ്ഥലമാണ്. 650 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വയ്ക്കാൻ പോണത്. സ്ഥലം വാങ്ങിച്ചിട്ട് ഒന്നര വർഷത്തിനടുപ്പിച്ചായി. പിന്നെ സ്ഥലം വാങ്ങിച്ചതിൻ്റെ ആ ഒരു ഇതെല്ലാം കടനൊക്കെ തീർന്നതിന് ശേഷം വീട് വയ്ക്കാമെന്ന് പറഞ്ഞായിരുന്നു പ്ലാന്. പക്ഷേ അച്ഛൻ ഇപ്പം റീസെൻ്റായിട്ടാണ് അച്ഛൻ മരിച്ചത്. അച്ഛൻ്റെ ലാസ്റ്റ് ഒരാഗ്രഹമായിരുന്നു ഒരു വീട് ഞങ്ങൾ വെക്കണം എന്നുള്ളത്. ലാസ്റ്റ് അച്ഛനെ ഞാൻ കണ്ട ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞതും അതായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടൊന്ന് പൈസ ഒന്നും ഇല്ലാതെ ഇപ്പം വീട് പണി തുടങ്ങിയിട്ട് പിന്നെ പ്രശ്നമാവില്ലേ, അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ പോയിട്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അത് പിന്നീട് അച്ഛനെ കാണാൻ പറ്റിയിട്ടില്ല. ലോണൊക്കെ എടുത്ത് വീട് വയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടിയായിരുന്നു. ചിലപ്പോൾ ലോൺ എടുത്തിട്ട് നമ്മളെ കൊണ്ട് അടയ്ക്കാൻ പറ്റാതെയൊക്കെ ആവുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നു. ഗവൺമെൻറ് ജോലിയല്ല ചേട്ടൻ പ്രൈവറ്റാണ്, ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇതാണ് കാരണം ചേട്ടന് ഒരു ബാധ്യത വേണ്ട എന്നുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഇപ്പം രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. വാടക കൊടുക്കുന്ന പൈസ അതും പിന്നെ കുറച്ച് പൈസയും കൂടെ ചേർത്താൽ നമുക്ക് ലോൺ അടച്ച് പോകാമെന്നുള്ള ഒരു ഇതിലാണ് പണി തുടങ്ങണത്. എല്ലാം സക്സസ് ആവും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറ്റിവയ്ക്കാനുള്ള സമയമായിരിക്കുന്നു. പോറ്റിയല്ലോ ആശാരി പറഞ്ഞു ഇങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചോ, പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെയും പ്രാർത്ഥിച്ചിട്ട് കുറ്റി വാങ്ങിച്ച് അടിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറ്റി അടിക്കാൻ റെഡിയായി. ഞാൻ കുറ്റി അടിക്കുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മൊബൈലൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ മനസ്സാണെങ്കിൽ പടപടാന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അടിക്കുമ്പോൾ ശരിയാവുമോ, എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുമോ എന്നെല്ലാം ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ദേവീനെയൊക്കെ വിളിച്ച് എന്നെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. എല്ലാം നല്ലതായിട്ട് നടക്കണേ, എൻ്റെ സൈഡിൽ നിന്ന് ഒരു തെറ്റും വരാതെ നല്ലതായിട്ട് കുറ്റിയടിക്കണേ എന്നെല്ലാം ഉള്ളത് എന്ന് പറഞ്ഞാൽ ആദ്യം കുറ്റിയടിക്കാൻ പോയപ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞ് ഓങ്ങി അടിക്കണം എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ ഒരു പേടി, മനസ്സിൻ്റെ അകത്ത് ഒരു ടെൻഷനായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അടിച്ചു. ഇനി അടുത്തത് ചേട്ടൻ കളത്തിലിറങ്ങിയിട്ടുണ്ട് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചേട്ടൻ ആഞ്ഞടിച്ചിട്ടുണ്ട് കുറ്റിയുടെ മണ്ടയ്ക്ക് 3 അടി. അത് ആദ്യമായി കുറ്റിയടിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു 3 അടി അടിക്കാവൂ, ഓങ്ങി അടിക്കണം, 3 അടിക്ക് കൂടുതൽ അടിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആണ് ഭയങ്കര ഇങ്ങനെ ഒരു ടെൻഷനായത്. അപ്പോൾ അടുത്തത് അമ്മ അടിച്ച്, ചേട്ടൻ്റെ അമ്മ. ബാക്കിൽ അമ്മമ്മ പറഞ്ഞുകൊണ്ട് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട്. അമ്മമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ചേട്ടന് ഒരു വീട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 4 പെണ്ണുങ്ങളെ ഇടയ്ക്ക് ഒരു പയ്യനാണ്. ചെല്ലത്തിലൊക്കെ വളർന്നതാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അപ്പുകുട്ടി വന്നിരിക്കുന്നു കുറ്റിയടിക്കാണ്ട്. എൻ്റെ ഇളയ മോളാണിത്. മൂത്താൾ അവിടെ ഉണ്ട്, പക്ഷെ അവൾ അടിച്ചില്ല. അവളാണ് ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ. അങ്ങനെ ലാസ്റ്റ് വീടിൻ്റെ മേസ്ത്രി ചേട്ടൻ നല്ല ആഞ്ഞടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ അത് നല്ല ടൈറ്റ് ചെയ്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുറ്റി വയ്ക്കുന്ന ഒരു ചടങ്ങ് നല്ല ഇതായിട്ട് സക്സസ് ആയിട്ട് നല്ലതായി നടന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ. ഇനി അടുത്തുള്ള വീഡിയോസ് ഇതുപോലെ ഓരോ ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പറയാം.